നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ എനർജറ്റിക് ബോഡിയിൽ, നിങ്ങളുടെ എനർജറ്റിക് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് എവിടെയാണ്, ഏത് ചക്രാസിലാണ് ബ്ലോക്ക് എന്നത് നോക്കാം. എനർജറ്റിക് സെൻറ്ററുകളിലുള്ള ബ്ലോക്ക് തന്നെയാണ് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലും നിങ്ങളുടെ മെൻ്റൽ ബോഡിയിൽ എല്ലായിടത്തും റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. ഇവിടെ 2 കാർഡുകൾ വച്ചിട്ടുണ്ട്. ഇത് കാർഡ് നമ്പർ 1 ആൻഡ് കാർഡ് നമ്പർ 2. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ദ ടവർ ആണ്. ഇവരുടെ ബേസ് ചക്ര, അതായത് മൂലാധാര ചക്ര, റൂട്ട് ചക്ര എന്ന് പറയും, അവിടെയാണ് അവർക്ക് ബ്ലോക്ക് വന്നിരിക്കുന്നത് എന്നതാണ് കാണുന്നത്. ഈ ഒരു ബ്ലോക്ക് കാരണം നിങ്ങളുടെ ഹെൽത്തിൽ, നിങ്ങളുടെ വെൽത്തിൽ, സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസും കൂടെ വരുന്നുണ്ടാകാം. അതുപോലെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സേഫ്റ്റി ഒക്കെ ഒരു മിസ്സിംഗ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അതുപോലെ എല്ലാത്തിനോടും ഒരു പേടിയായിരിക്കും. നിങ്ങൾക്കൊരു ഒട്ടും ഞാൻ സെക്വേർഡ് അല്ല, ഞാൻ ഒട്ടും സേഫ് അല്ല എന്നുള്ള ഒരു പേടിയായിരിക്കും. നിങ്ങളുടെ കംഫർട്ട് സോണിൽ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടേതായ ഒരു ജേർണിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ചക്ര എന്ന് പറയുന്നത് ബാലൻസിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു അബണ്ടൻസ് ആണ്. അത് എല്ലാ തരത്തിലുമുള്ള ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്തും. മൂലാധാര ചക്രത്തിൽ ബ്ലോക്കുകൾ വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഗ്രൗണ്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചക്രാസ് എന്നാണ് പറയുക, കൂടുതലായിട്ട് ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റൂട്ട് വെജിറ്റബിൾസ് കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കുന്നത് സോളാർ പ്ലെക്സസ് ചക്ര, നിങ്ങളുടെ മണിപ്പൂര ചക്രയാണ് ഇവിടെ ബ്ലോക്ക് ആയിരിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് കൂടുതലായിട്ടും അവരുടെ കഴിവിൽ വിശ്വാസം ഉണ്ടാവില്ല. അവർക്ക് എത്രത്തോളം കഴിവുണ്ടെങ്കിലും അതിനെ എക്സ്പ്രസ് ചെയ്യാനോ ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് ഒക്കെ വളരെയധികം കൂടുതലായിട്ട് അവർക്ക് കാണും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവിടെ ഒരു ഡൗട്ടിൻ്റെ എനർജിയിലേക്ക് അവർ പോകുന്നുണ്ടാകും. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അവർ സൺ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾക്ക് മോർണിംഗിലോ ഈവനിങ്ങിലോ ഒക്കെ ഒരു സണ്ണിനോട് കൂടുതലായിട്ട് അടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ യെല്ലോ കളേഴ്സിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രേനെ ക്ലെൻസ് ചെയ്യുകയും അതിൻ്റെ എനർജി വൈബ്രേഷൻസ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം പവർഫുള്ളായിട്ട് ഏത് സിറ്റുവേഷനെയും സ്ട്രെങ്തോടെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയിലേക്ക് നിങ്ങൾ വരികയും ചെയ്യും. ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നത് എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ചക്രാസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.